ക്കുന്നവർക്ക് സന്തോഷമായിരിക്കാം. പക്ഷേ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഹാപ്പി ന്യൂസാണ് ഇതിലൂടെ. ഈ മാസം വിരമിക്കുന്നത് 10,000-ലേറെ പേരാണ്. നൽകേണ്ട തുകയെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ. ഇതിലൂടെ കണ്ടൻറ്റായിട്ട് ഞങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നത് ഒരുപാട് വേക്കൻസികൾ, ഇതുവരെയുള്ള നിയമന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് വേക്കൻസികൾ വരാനുള്ള ഒരു സാധ്യത ന്യൂസാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ എഴുതുന്ന ഓരോ പോസ്റ്റിലും വിരമിക്കൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഒരുപാട് വേക്കൻസികൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. റിട്ടയർമെൻ്റ് ഉള്ള പോസ്റ്റുകളിലൊക്കെ ഒരുപാട് വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർ 10,000-ഓളം പേരാണ്. ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഈ മാസം വേണ്ടി വരുന്നത് 3,000-ഓളം കോടി രൂപയാണ്. ഇതിനായിട്ട് സർക്കാർ 2,000 രൂപ കടമെടുക്കുന്നു എന്നൊരു കാര്യം ഈ ന്യൂസിൽ പറയുന്നുണ്ട്. ഈ വർഷം 24,424 പേരാണ് ആകെ വിരമിക്കുന്നതിൽ പകുതിയോളം പേരാണ് ഈ മാസം റിട്ടയർ ചെയ്യുന്നത്. ഈ തസ്തിക അനുസരിച്ച് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. എന്തായാലും ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അഡ്മിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന ഓരോ ടെസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഏറുന്ന ഒരു കാര്യമായിരിക്കും ഈ വരുന്ന റിട്ടയർമെൻറ്റിലൂടെ. ഈ വേക്കൻസികളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന ലിസ്റ്റുകളിലും ഇപ്പോൾ നിലവിലിരിക്കുന്ന ലിസ്റ്റുകളിലും ഈ വേക്കൻസികൾ പ്രതിഫലിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അപ്പം 2025 അവസാനവും 2026 PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു നല്ല കാലമാണ് എന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യുന്നവ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് കമൻറ്റിലെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പ് മുഖേന മാത്രമായിരിക്കും ഈ നമ്പർ ലഭ്യമായിട്ടുള്ളത്. അഡ്മിൻ്റെ നമ്പറാണ് എന്നുകൂടി അറിയിക്കുന്നു.